ചിരിയുടെ പൂരം തരിയുടെ മേളം ഓഹോ ഉണരുക വേഗം കളി ചിറകില നേരം ചിരിയുടെ പൂരം തരിയുടെ മേളം ഓഹോ ഉണരുക വേഗം കളി ചിറകില നേരം വഴി നീളെ അറിയാത്ത കെണികൾ നിഴലായി വരവുണ്ട് ഗുരുമാ പല പാഠം ഇതിലുണ്ട് ഗ്രഹിക്കാൻ ഇനിയെന്നും സേവിക്കാം ദശമൂലാരിഷ്ടം 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 ദശമൂലാരിഷ്ടം. അതൊരു ഒരു 2 കിലോ ഇറച്ചിൻ്റെ എടുത്തേ. പിന്നെ നല്ല ഇറച്ചി നോക്കിട്ട് എടുക്കട്ടാ. പിന്നെ നല്ല അല്ലാണ്ട് മോശം സാധനം അവിടെ ഉണ്ടാവില്ല. സൂപ്പർ സാധനം പിന്നെ എല്ലും ആ നെയ്യൊന്നും അധികം ഇണ്ടട്ടെ പറയാ. എല്ലും നെയ്യില്ലാണ്ട് എങ്ങനെയാ തരിക? അതൊക്കെ അടിപൊളിയായി തരും. എല്ലും നെയ്യുണ്ടെങ്കിലേ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇങ്ങോട്ടേക്ക് കസാരയിൽ ഇപ്പം തരാം. 10 മിനിറ്റ് ഇപ്പം ശരിയാക്കി തരാം. ചാവിതം വെച്ചിട്ടാ അതൊക്ക വണ്ടി തട്ടാ. നിങ്ങൾ ഇവിടെ വന്നിരിക്കാം. ഞാനേ ഒരു 2 കിലോ ഇറച്ചി മേടിക്കാൻ വേണ്ടി വന്നതാ. നമ്മളെ പിള്ളേർക്ക് 1 കിലോ എനിക്ക് കൊടുത്തോളേ. പഴച്ചോനെ വേണോ? ആന്ന് കുഴപ്പമില്ലാന്നേ. പിന്നെ മറ്റേ ആ പെണ്ണിന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഏത്? നിങ്ങളെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇതാണ് ഇത് കുഴപ്പമില്ലല്ലോ. ഇതിന്റെ ഭാര്യയാണ്. അത് പറ്റൂല. ഇപ്പൊ പോയാലും പിടിച്ച ആ പോയാലും സിനിമ നടിയാണ് മനീഷ കൊയ്രാൾ. അതിനൊന്നും ഇപ്പൊ ഇങ്ങക്ക് കിട്ടൂല. ഇതാണ് പെണ്ണ്. ഇത് താട്ടി മണ്ണൊക്കെ കുറച്ച് കൂടുതലുണ്ട് മണിയെ. ഇതതിന്റെ ഫുൾ സൈസ്. ഫുൾ സൈസ്. ഫുൾ സൈസ് അല്ലേ? ഇതിന് വയസ്സും തടിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നി. വയസ്സാ? നിങ്ങൾക്ക് എത്ര വയസ്സായി? 35 വയസ്സായില്ലേ? ഇത് 35 വയസ്സുള്ള പെണ്ണാ. പിന്നെ തടി. അത് വീട്ടിലിങ്ങനെ തിന്ന് കൊഴുത്തിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് അതൊക്കെ ശരിയാവും. അതന്നെ നമ്മളെ കൈ കിട്ടിയാൽ ശരിയാവും. കൈ കിട്ടിയാൽ പോയാലാ? ഇങ്ങളെ ഓക്കെ വെച്ചെങ്കിൽ അവർ ഇന്ന് നിക്കാഹിന് തയ്യാറാ. ഇന്ന് നിക്കാഹ് കെട്ടിയ നാളെ അറിയക്കൂടാ. പടച്ചോനെ നല്ല കൂടാൻ പറ്റൂ? നാളെ അറിയക്കൂടാ. അവർക്കൊരു കുഴപ്പമില്ല. അവർക്ക് ഈ പെണ്ണിനെ എങ്ങനെയെങ്കിലും പെരേന്ന് ഒഴിവാക്കിയാൽ മതി. ഇതിമ ഉറപ്പിച്ചിട്ടാ. വേച്ചാർക്ക് നമ്മളൊക്കെ മറന്ന് നമ്മളെ പറ്റിലെഴുതി കൊള്ളിട്ടാ. അതും പറ്റിലെഴുതി കൊള്ളി. എവിടേക്കെങ്കിലും ഓടിക്കോട്ടെ, നീ നിന്റെ പണി നോക്കടി. വേഗം വാങ്ങിക്കാനെ കണ്ട. എന്താ കാര്യം? ഇയാള് എവിടെ പോയി കിടക്കണം? കാര്യണ്ട്. എന്താടാ അതൊക്കെ എന്തോ പ്രശ്നമുണ്ട്. എവിടെയാണത് പണ്ടാണത് കൊണ്ടുവച്ചിരിക്കുന്നത്? ഞാൻ കണ്ടില്ല പാപ്പ. എന്നോട് അത്ര വെച്ചാൽ എന്താ കാര്യം? എന്തിനാണ് ഇപ്പൊ ചൂടാണ്? ഞാൻ അത്ര ചോദിച്ചിട്ടുള്ളൂ. എന്തിനാണ് പഠിക്കണത്? ഇതൊന്നും പഠിച്ചിട്ടൊരു കാര്യമില്ല. അത്ര കാണാത്ത പഠിക്കാൻ മതിക്കണം. പടച്ചോന് എവിടെയാണ് ഈ പായിച്ച് കൊണ്ടുവച്ചിരിക്കണോ? എന്താ പോയി കാണാ? എവിടെ പോയിട്ട് പടച്ചോനെ കിട്ടി കിട്ടിട്ടാ. അത്രല്ലേ എവിടെ കൊണ്ടുവച്ചിക്കാണ് പാച്ചി? വെച്ചോടത്തും കാണൂല, വിളിച്ചാലും കിട്ടൂലേ പാച്ചിനെ. ഈ സൂറ, ഈ പാച്ചി എവിടെ പോയി കിടക്കുകയാണ്? ഇതെന്താ അത്ര അത്രയും അത്ര? ഈ സൂറ,
എന്താണ് മനുഷ്യ എന്താണ്? അതെ ഈ അത്തന്റെ കുപ്പി ഒന്ന് തെരഞ്ഞതാ. ഇതതിന് അത്രല്ലല്ലോ, ഇത് അത്രയല്ലേ? ഊതിയിട്ടിരിക്കണ മരുന്നല്ലേ? പിന്നെ അത്തൊരു സ്പ്രേ ഒക്കെ എവിടെ പോയി? നിങ്ങൾ അത്രക്കൊക്കെ അതല്ലേ? അതാണല്ലേ. ആ. വാ മുത്തേ. അല്ല നിങ്ങള് പത്തറിട്ടിട്ട് എങ്ങണ്ടാ പോണ്? ഒരു അത്തര ഇട്ടിട്ട് എങ്ങോട്ട് പോവാനാ? വെറുതെ എവിടെക്കെങ്കിലും പോകുമ്പോ ഈ വയർപ്പിന്റെ നാറ്റൊക്കെ ഒന്ന് മാറണ്ടേ? എന്ത് സംശയിക്കണ്? നിങ്ങളിപ്പ അതിന് എങ്ങട്ടാ പോണ്? നമ്മൾ എങ്ങോട്ടും പോണില്ല പൂഞ്ഞാല് ചങ്ങായി. ഹൈ ദാ നിങ്ങളെ തൊപ്പിതാ. തൊപ്പി വേണോ അല്ലേ? ഞാൻ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവാണ്. ഒരു പറമ്പച്ചോടുണ്ടേ, അത് ഞാൻ പോയില്ലെങ്കിൽ ശരിയാവില്ല. നിങ്ങള് പോയിട്ട് എപ്പഴാ വരാ ഇനി? ഞാനിപ്പോ തന്നെ വരും, ചിലപ്പോ നേരം അതുള്ളൂ. പടച്ചോനെ രക്ഷപ്പെട്ട് ഞാൻ പാഹേനെ എവിടെ പോയി തപ്പാണോ? അല്ലാ നിക്ക് നിക്ക്, നിങ്ങക്ക് പണ്ടാറടങ്ങ് കൊടയണ്ടേ? പിന്നീട് വിളിച്ചല്ലേ പാച്ചി. കോടിയും പാടിയും പണ്ടാറടങ്ങ ഒറ്റ കുത്താട് കുത്തു. നിക്കാഹ് കഴിഞ്ഞ വിവരം സൂറാത്താണി ആങ്ങളമാരും അറിഞ്ഞാണ്ടല്ലോ. ഇന്നെ മാത്രല്ല മായിൻകാനും തട്ടും. ഇയാളിത് എവിടെ പോയി കിടക്കുന്നു? ആ മായിൻക, ഞാനിത് എവിടൊക്കെ തെരഞ്ഞിങ്ങളെ വണ്ടിപ്പോ കേറി പടച്ചോനെ കേറി ഇങ്ങള് എന്താണ് ഇത് നീങ്ങത്തോന്നാ തൊഴഞ്ഞൂടി ഇങ്ങളിത് കോടായിട്ട് തൊഴിയത് വലിയ വഞ്ചിയാണ്. പോട്ടാണ്. എത്തിയ ആ കാണുന്ന പെരതാ, അതാ വളവിൽ കാണല്ലേ? അതന്നെയാണ് പെര. പിന്നെ ആ പോണ ചെക്കനതാ, അതാണ് പെണ്ണിന്റെ ആങ്ങള. ഓന്റെ പിന്നെ പോയിക്കോളി. ഒരു പിന്നാലോട് ആ പോകില്ല. ഒരു കുഴപ്പമില്ല. ഞാൻ എന്തിനാണ് മായിക്ക? ഞാൻ വരണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി. കുഴപ്പമൊന്നുമില്ലല്ലേ? എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ എന്നെ ഫോൺ ചെയ്താൽ മതി. പോയിക്കോളി മായിക്ക. എന്താ ഓൾ ദ ബെസ്റ്റ്. പടച്ചോനെ അയാൾ കത്തിക്കേറ്റല്ലേ അപ്പോ പോയും ചെയ്തില്ല. എന്തായാലും മുന്നിൽ ചെല്ലുന്നെ. അസ്സലാമലൈക്കും. അലൈക്കും സലാം. വരി വരി മോളെ പോയി അത് പോയിക്കോളി. അത് പോവല്ലേ? ആ എന്താ മോനെ? ഹലോ ഹലോ, എടാ മണിയേ, എന്താ എവിടെണ്ടാ? ഞാനൊരു പാലത്തിന്റെ അവിടെ ഉണ്ട്. എടാ മണി, ഈ ആ പെണ്ണിനെ ശരിക്ക് കണ്ടിക്കണ? ആ കണ്ടക്കണ് ഫോട്ടത്തില്. ഓട്ടത്തിലല്ലടാ പഴയ. അതെ എടാ പെണ്ണിന് വല്ല കുഴപ്പമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിക്കണ? എന്ത് കുഴപ്പം? കുറച്ച് തടിണ്ട്, അതിന്റെ ഒരു നീരുണ്ടെന്നല്ലേ? അവന്റെ പൊന്നാര ചെങ്ങായി, അത് നീരല്ലടാ, മന്താണ്ടാ, മന്ത്. എന്താ ഇജേ അന്ന് വർത്താനം പറയാൻ നേരെ വേഗം ആയോ? ഇജേ എങ്ങനെയെങ്കിലും ഒന്ന് എന്നെ രക്ഷപ്പെടുത്തിന്റെ പൊന്നാര ചെങ്ങായി. നിങ്ങളൊരു പണിക്ക്, നിങ്ങളൊരു പേരും പഠിക്കണ്ട, ഞാനാണ്ട് വരാം. ഞാൻ വന്നിട്ട് എവിടെ ചില കളികളൊക്കെ കളിക്കും. നിങ്ങളുടെ കൂടെ നിന്നാ മതി ട്ടാ. ഞാൻ വരാന്നേ, ഞാൻ വരാ. നിങ്ങളൊരു പേരും പഠിക്കണ്ട, ഞാൻ ഇപ്പൊ വരാട്ടാ. ഓക്കെ ഓക്കെ. ആ ആ ഇക്ക ഇക്ക അള്ളന്റെ മോയപ്പ ഞാനാ കണ്ട്. ഇക്കാകെ വേണ്ട പാച്ചിയെ, ഓനെന്റെ കൈ കിട്ടല്ലോ. ഇക്ക മായിൻകാന്തിയെ എന്താ പത്? മായിൻകാടപ്പം മരിച്ചു. ഇന്നായില്ലായോ ആ ഇന്നായില്ലേ. മോളെ, ഞമ്മളെ മായിന്റെ വാപ്പ മരിച്ചത്രേ. ജോനെന്തിട്ട് വിളിച്ചേ? ബേജാറാവല്ലോ മോനെ, ബേജാറാവല്ലോ മോനെ. മൂപ്പര വാപ്പല്ലേ 10 കൊല്ലം മുന്നേ മരിച്ചെന്ന് പറഞ്ഞത് വാപ്പ? അല്ലാ, പായം പറ്റിച്ചല്ലോ. മന്തുള്ള പെണ്ണിനെ വെച്ചിട്ട് കച്ചവടം ചെയ്യാൻ വന്നിരിക്കാം.